ഡൽഹിക്ക് പുതിയ മുഖ്യമന്ത്രി വരുന്നു. അതിഷി മെർലേനെയാണ് പുതിയ മുഖ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷിയെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം അത് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന യോഗമാണ്. ഈ യോഗത്തിൽ കെജ്രിവാൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിഷിയാകും മുഖ്യമന്ത്രിയായി വരിക എന്ന അഭ്യൂഹങ്ങൾ ശക്തവുമായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ്. ഒരു ദേശീയ പാർട്ടി അതിനുശേഷം അതിവേഗം ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. BJP ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു. ഡൽഹിയിൽ കോൺഗ്രസ് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. അതിഷിയാണ് ഇനി ഡൽഹിയിലെ ആപ്പ് സർക്കാരിനെ നയിക്കുക. വിനിത VG ചേരുന്നു കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നിന്ന്. വിനിത, കേജ്രിവാൾ നിർദ്ദേശിക്കുന്നു, ഏകകണ്ഠമായൊരു തീർപ്പിലേക്ക് അതെത്തുന്നു. അങ്ങനെയായിരുന്നു നടപടിക്രമങ്ങൾ? വേണു, ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ 6 പേരുടെ പേരുകളാണ് ഈ പ്രഥമ പരിഗണനാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മുൻതൂക്കം ഉണ്ടായിരുന്നത് അതിഷിയുടെ പേര് തന്നെയായിരുന്നു. കാരണം ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും മന്ത്രിസഭയെ ഒന്നിച്ചു നിർത്തി ഔദ്യോഗിക കാര്യങ്ങൾ വളരെ വളരെ കൃത്യതയോടുകൂടി അതിഷി അവരുടെ കഴിവ് തെളിയിച്ചതാണ്. അല്പസമയത്തിനകം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വീടാണ്. അതിഷി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനം, അതായത് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ വീട്ടിൽ ചേർന്ന വസതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷിയോഗം ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനം തന്നെയായിരുന്നു അതിഷിയുടെ പേരിലേക്ക് എത്തിയത്. കാരണം ഏതാണ്ട് 10ഓളം വകുപ്പുകൾ, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ജലവിഭവം തുടങ്ങിയ ഏതാണ്ട് 10ഓളം സുപ്രധാന വകുപ്പുകൾ അതിഷി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഉണ്ടാകാതിരുന്ന ഒരു സമയത്ത് ഡൽഹിയിലെ പല പ്രശ്നങ്ങൾ, ഈ ഭരണ പ്രതിസന്ധി അടക്കം നേരിട്ടൊരു പശ്ചാത്തലമുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ നേരിടുന്നുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടാകാതെ പാർട്ടിയെയും ഒപ്പം തന്നെ സർക്കാരിനെയും മുന്നോട്ട് നയിച്ചിരുന്നത് അതിഷി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ അരവിന്ദ് കെജ്രിവാൾ അതിഷി. ശരി, വിനിത വിജയാണ് വിവരങ്ങൾ നൽകുന്ന. അല്പസമയത്തിനകം ആപ്പ് നേതൃത്വം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എന്തായാലും ആപ്പ് സർക്കാരിനെ സംബന്ധിച്ചതിന്റെ സ്വീകാര്യത കൂട്ടുന്നതിലെ പല പദ്ധതികളുടെയും ശില്പിയായിരുന്നു അതിഷി, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ. അതുപോലെ തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. പ്രത്യക്ഷ സമരത്തിലേക്ക് പോലും പോകാൻ മടിക്കാതിരുന്ന ഒരു പ്രവർത്തകയുമാണ്, പോരാട്ടവീര്യമുള്ള പ്രവർത്തക കൂടിയാണ് അതിഷിയാണ് ഇനി കേജ്രിവാളിന്റെ ഡൽഹിയിലെ പിൻഗാമി.